ഇന്ന് കേജ്രിവാൾ അറസ്റ്റിലാകുമ്പോൾ അത് കാലത്തിന്റെ കാവ്യനീതി പോലെ ഒരു സംഭവമായി മാറുന്നു. പ്രത്യേകിച്ച് അണ്ണാ ഹസാരയുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ അരവിന്ദ് കേജ്രിവാൾ കയറി വന്നത് അണ്ണാ ഹസാരയുടെ ഒരു സമരത്തിലൂടെയാണ്. ജന്തർമന്ദറിൽ അണ്ണാ ഹസാര നടത്തിയ ആ ഒരു അതിഹാസ്യമായ സമരം, ലോക്പാൽ ബില്ലിന് വേണ്ടി നടത്തിയ ലോക്പാൽ പ്രസ്ഥാനത്തിന്റെ ഒരു തലവനായിരുന്നു അണ്ണാ ഹസാര. ആ അണ്ണാ ഹസാരയുടെ നിഴൽ പറ്റി നിന്ന് അരവിന്ദ് കേജ്രിവാൾ, അന്ന് അണ്ണാ ഹസാര അരവിന്ദ് കേജ്രിവാളിനോട് പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഒരിക്കലും ഇത് രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റരുതെന്ന് പറഞ്ഞു. പക്ഷേ അണ്ണാ ഹസാരയുടെ വാക്കുകളെ തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയായിരുന്നു അരവിന്ദ് കേജ്രിവാൾ ചെയ്തത്. അന്ന് അരവിന്ദ് കേജ്രിവാൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ അണ്ണാ ഹസാരെ ഓർത്തെടുത്ത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മദ്യത്തിനെതിരെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അണ്ണാ ഹസാരെ. പക്ഷേ ഇപ്പോൾ ആ മദ്യനയം തന്നെ അരവിന്ദ് കേജ്രിവാളിനെ ജയിലിലാക്കിയിരിക്കുന്നു. സ്വയം പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് ജയിലിലായതാണ്, അറസ്റ്റിലായതാണ്. അത് സ്വാഭാവികമായി തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്. അന്ന് ഈ അണ്ണാ ഹസാരെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അരവിന്ദ് കേജ്രിവാളെ ആം ആദ്മി രൂപീകരിക്കുന്നത്. കാലമേറെ കഴിയുമ്പോൾ അരവിന്ദ് കേജ്രിവാൾ ജയിലിലേക്ക് പോകുമ്പോൾ ഒരിക്കൽ കൂടി അണ്ണാ ഹസാരെ താരമായി മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.